സംസ്ഥാനത്തെ തീരദേശ മേഖലയിൽ കടലാക്രമണം. കൊല്ലം മുണ്ടയ്ക്കലിൽ 100 മീറ്ററോളം കടൽ കരയിലേക്ക് കയറി. കടലാക്രമണത്തിൽ കുടിവെള്ള പൈപ്പുകളും തകർന്നതോടെ നാട്ടുകാർ ദുരിതത്തിലാണ്. കൊല്ലം പൂത്തുറയിൽ ഇന്ന് രാവിലെ വീണ്ടും കടലാക്രമണമുണ്ടായി. രാവിലെ 7ഓടെ തീരദേശത്തെ ഒരു വീട്ടിലേക്ക് വെള്ളം കയറി. ഇവരെ ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. ശനിയാഴ്ച രാത്രിയിൽ മേഖലയിൽ കടലാക്രമണം രൂക്ഷമായിരുന്നു. 3 വീടുകളിൽ വെള്ളം കയറിയതോടെ രാത്രി തന്നെ ഇവരെ ഇവിടെ നിന്ന് മാറ്റിയിരുന്നു. ആലപ്പുഴ തൃക്കുന്നപ്പുഴയിലും ശനിയാഴ്ച രാത്രിയോടെ നേരിയ തോതിൽ കടലാക്രമണമുണ്ടായി. 3 കുടുംബങ്ങളെ ഇവിടെ നിന്ന് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. തൃശൂർ കൊടുങ്ങല്ലൂർ താലൂക്കിന്റെ തീരപ്രദേശങ്ങളിൽ കള്ളക്കടൽ പ്രതിഭാസമുണ്ടായി. ഏറിയാട് പഞ്ചായത്തിലെ ചന്തക്കടപ്പുറം, എടവിലങ്ങ് പഞ്ചായത്തിലെ കാര അറപ്പക്കടവ്, പുതിയ റോഡ്, പെരിഞ്ഞനം സമിതി ബീച്ച് എന്നിവിടങ്ങളിലാണ് കടൽ കരയിലേക്ക് കയറിയത്. അതേസമയം കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് കേരള തീരത്ത് ഓറഞ്ച് അലർട്ട് തുടരുകയാണ്. ഇന്ന് അർദ്ധരാത്രി വരെ ഉയർന്ന തിരമാലകൾക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. തീരത്ത് കിടന്നുറങ്ങരുതെന്ന് പൊതുജനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദവും ഒഴിവാക്കണം. മത്സ്യബന്ധന ഉപകരണങ്ങൾ സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റണമെന്നും മുന്നറിയിപ്പുണ്ട്.